നമസ്കാരം. കേരളത്തിൽ ഇപ്പോ പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് പകുതി വിലയ്ക്ക് അടുക്കള സാധനങ്ങൾ, തയ്യൽ മെഷീൻ എന്നിങ്ങനെ സ്കൂട്ടറുകൾ വരെ, അതായത് സ്ത്രീകൾക്ക് സ്കൂട്ടറുകൾ വരെ വിതരണം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായ പണപ്പിരിവ് നടത്തി ഉണ്ടാക്കിയിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഈ പാതിവില തട്ടിപ്പ് എന്ന ഓമന പേരിൽ ഇപ്പോൾ അറിയപ്പെടുന്ന വലിയൊരു സ്കാം. ഇതിന്റെ ഒരു ആഴം വളരെ വളരെ വലുതാണ്. ഇതുവരെ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ പ്രകാരം തന്നെ ഏതാണ്ട് 1000 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ജില്ലകളിലും 1000, 2000, 2500 ഒക്കെ പരാതികൾ ലഭിക്കുകയാണ്. അതിൽ തന്നെ പല പരാതികളും മാസ് പെറ്റീഷനുകളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പരാതിക്കാരുടെ എണ്ണം വളരെ വളരെ വലുതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഈ തട്ടിപ്പ്, എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഈ NGO-കളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ സംഗതികളൊക്കെ നടത്തിയത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ടെലിവിഷൻ ചാനലുകളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ നോക്കുന്നത് എങ്ങനെയായിരുന്നു ഇതിന്റെ ഘടന എന്നുള്ളതാണ്. അതായത് എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്താനുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതിനാദ്യം ചെയ്തത് ഇവിടെയുള്ള സന്നദ്ധ സംഘടനകളെ, NGO-കളെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതായിരുന്നു. അങ്ങനെ NGO-കളെ എല്ലാം ഏകോപിപ്പിക്കാൻ വേണ്ടി ഒരു ഫെഡറേഷൻ ഉണ്ടാക്കുന്നു. അതിന്റെ കീഴിൽ വിവിധ കമ്പനികളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നും പാതി വിലയ്ക്ക് സാധനങ്ങൾ, ഈ പറഞ്ഞ അടുക്കള ഉപകരണങ്ങൾ, കാർഷിക രംഗത്തേക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങൾ, അതുപോലെ ഏറ്റവും അവസാനം ഇരുചക്ര വാഹനങ്ങൾ വരെ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട് എന്ന് ഇവരെ ധരിപ്പിച്ചുകൊണ്ട് ഓരോ പ്രദേശത്തുമുള്ള പ്രാദേശിക NGO-കളെ നോഡൽ അതിന്റെ ഏജൻസികളാക്കി മാറ്റി അങ്ങനെ ആ തരത്തിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പണപ്പിരിവാണ് നടന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു മണി ചെയിൻ മാതൃകയിലുള്ള തട്ടിപ്പ് തന്നെയായിരുന്നു. എങ്ങനെയാണിത് ഇടത്തും വലതും ആളെ ചേർക്കാതെ എങ്ങനെയാണിത് മണി ചെയിൻ പോലെ വർക്ക് ചെയ്തത് എന്ന് ഒന്ന് വിശദീകരിക്കാം. അതായത് ആദ്യം ഒരു 500 പേരിൽ നിന്ന് പണം കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ 1000 പേരിൽ നിന്ന് പണം കിട്ടിയപ്പോൾ അതിലൊരു 250-300 പേർക്ക് സ്കൂട്ടർ നൽകുകയാണ് ചെയ്തത്. ഈ ഒരു ഘടന ഇങ്ങനെ വളരാൻ തുടങ്ങിയപ്പോൾ ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ സ്വാഭാവികമായും ഇവര് കൂടുതൽ പൈസ അടിച്ചു മാറ്റാനുള്ള പൈസ മാത്രമേ ഇതിലേക്കുള്ളൂ എന്ന രീതിയിലേക്ക് ആവുകയും പിന്നെ ആദ്യഘട്ടത്തിൽ ഈ നൽകിയ സ്കൂട്ടറുകളെല്ലാം തന്നെ, അല്ലെങ്കിൽ സാധനങ്ങളെല്ലാം തന്നെ ഒരു കസ്റ്റമർ റിക്വസിഷൻ കോസ്റ്റ് പോലെ, അതല്ലെങ്കിൽ കൂടുതൽ പേരെ ആകർഷിക്കാൻ വേണ്ടി ചെലവാക്കി, അല്ലെങ്കിൽ മാർക്കറ്റിന് വേണ്ടി ചെലവാക്കിയ ഒരു പണത്തോളം നിസാരമാണ്. അങ്ങനെയാണ് ഇവർ ഏതാണ്ട് ഈ 1000 കോടി രൂപയുടെ തട്ടിപ്പ് തന്നെ നടത്തിയിട്ടുള്ളത്. ഇനി ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് അഥവാ CSR എന്ന് പറഞ്ഞാൽ വിവിധ കോർപ്പറേറ്റ് കമ്പനികൾ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി ആ രീതിയിൽ നിയമപരമായി തന്നെ മാറ്റിവെക്കുന്ന ഫണ്ടാണ് ഈ CSR ഫണ്ട് എന്ന് പറയുന്നത്. പൊതുവെ ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ചില ക്രൈറ്റീരിയകൾ, ചില NGO-കൾ ഇവർക്കൊക്കെയാണ് ഈ ഫണ്ട് നൽകുന്നത്. പൊതുവെ ഇത്തരത്തിൽ ഈ തയ്യൽ മെഷീനുകളും വാഹനങ്ങളും എല്ലാം പല കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിലൊക്കെ നൽകാറുണ്ട്. അങ്ങനെ നൽകുന്നത് തികച്ചും അവശരായിട്ടുള്ള അല്ലെങ്കിൽ അർഹരായിട്ടുള്ള അത്തരമൊരു വിഭാഗത്തിലുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്യാനോ, അതല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗം കണ്ടെത്താനോ, അതല്ലെങ്കിൽ അവരുടെ ജീവിതം മെച്ചപ്പെടുത്താനോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പൊതുവെ ഇത്തരം ചാരിറ്റി ഫണ്ടുകൾ ഉപയോഗിക്കാറുള്ളത്. ആ ഒരു യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ തന്നെ ഈ പറഞ്ഞ പാതി വിലയ്ക്ക് ഇതൊക്കെ നൽകാൻ ഏത് കോർപ്പറേറ്റിനാണ് താല്പര്യമുണ്ടാവുക എന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആദ്യഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ, പ്രസ് ക്ലബ്ബുകൾ ഉൾപ്പെടെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതിന്റെ ഒരു വ്യാപകമായ ഒരു പ്രചരണവും അതുപോലെ വിശ്വാസയോഗ്യമായ NGO-കളെ കൂട്ടുപിടിച്ചുകൊണ്ടൊക്കെ നടത്തിയിട്ടുള്ള ഒരു വലിയ തട്ടിപ്പാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിന് പിറകിൽ ഒരു അനന്തകൃഷ്ണനോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു നത്തോലി, ഒരു ചെറിയ മീനല എന്ന് പറയുന്നത് പോലെ ഒതുങ്ങേണ്ടുന്ന ഒരു കേസാണിതെന്ന് തോന്നുന്നില്ല. എന്തായാലും ഹൈറിച്ചിനിപ്പുറവും മലയാളി വഞ്ചിക്കപ്പെടാൻ തയ്യാറായി റെഡിയായിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ തട്ടിപ്പുകാർ വളരുന്നത് ഇതിലേക്ക് പാഞ്ഞെടുക്കാൻ, ഒരു കേവല യുക്തി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യത്തിലേക്ക് പാഞ്ഞെടുക്കാൻ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ മുതൽ ഇത്തരം NGO പ്രവർത്തനങ്ങളൊക്കെ ദീർഘകാലമായി നടത്തുന്ന ആളുകൾ വരെ
ഇതിലൊക്കെ പോയി വീഴുന്നു എന്നുള്ളത് ഒരു അത്ഭുതകരം തന്നെയാണ്. പാതിവിലയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയും പണം മുടക്കാൻ, ഇരട്ടി ലാഭം കിട്ടുമെന്നറിഞ്ഞാൽ വീട് വിറ്റും കാശിടാൻ, അങ്ങനെയൊക്കെ തയ്യാറായ ഒരു സമൂഹം തന്നെയാണ് ഇതിന്റെ ഒരു ആദ്യ കുറ്റക്കാരൻ എന്ന് പറയുന്നത്. തീർച്ചയായും കൂടുതൽ അവബോധം സ്കൂൾ തലം മുതൽ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന ഒരു ആവശ്യകതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ഇനിയും ഒരു വലിയ തട്ടിപ്പിൽ പോയി മലയാളി പെടാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം, അങ്ങനെ കരുതാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.